ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഗ്രീൻ ആരോ ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഒരു ബിയറിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ലെവലിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ഡേ ലോ, ഇന്നലത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്താൽ നമ്മുടെ വ്യൂ നെഗറ്റീവ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഓപ്പൺ ചെയ്ത ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്തു? ചെറിയൊരു ഗ്യാപ് ഡൗൺ ആയിരുന്നു. അതിനുശേഷം ഡൗൺ സൈഡ് വന്നു. ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അവിടെ വന്ന് ഷാർപ്പായിട്ട് റിവേഴ്സിൽ വരികയാണ് ചെയ്തത്. ആ റിവേഴ്സിൽ തന്നെ ഒരു ക്യാൻഡിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയത്. അതിനുശേഷം മാർക്കറ്റ് കുറച്ചധികം സമയം കൺസോളിഡേഷൻ ചെയ്തതിനു ശേഷം 23,473 അവിടെ എത്തി മാർക്കറ്റ് ചെയ്തു ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറി എന്നുള്ളതാണ്. അതൊക്കെ അവിടെ പോയി ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഡൗൺ സൈഡ് വന്നു. അതിനുശേഷം വീണ്ടും മേലേക്ക് പോകുന്ന രീതിയിൽ മാർക്കറ്റ് വളരെ സ്ലോവിൽ, അല്ലെങ്കിൽ രാവിലെ ട്രേഡ് ഒരു സെല്ലേഴ്സിന് അനുകൂലമായിട്ടുള്ള മാർക്കറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളും സ്റ്റുഡൻസിൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഒരു ട്രേഡ് ഇതായിരുന്നു. നമ്മളിവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് കയറുന്ന സമയത്ത് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കിട്ടിയ ട്രേഡ് നമ്മൾ ബുക്ക് ചെയ്തത് ഏരിയ ഇതാണ് എങ്കിൽ പോലും നമുക്ക് 1:2 ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബുക്ക് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? വീണ്ടും പുതിയ ഉയരങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ്. ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിലും നിഫ്റ്റി ബാങ്കിലും കാണിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഏകദേശം 1% മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ആണെങ്കിൽ 0.82% മൂവ് ചെയ്തിട്ട് മിഡ് ക്യാപ്പ് ആണ് ഇൻഡെക്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഏകദേശം 0.45% മൈനസിലായിരുന്നു. അതേപോലെ നിഫ്റ്റി ആണെങ്കിൽ 0.34% ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി നിഫ്റ്റിയാണ് ഏറ്റവും കുറഞ്ഞ മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിന് കാരണം നിഫ്റ്റി, മിഡ് ക്യാപ്പ്, സെൻസെക്സ് എന്നിവ ഓവറോൾ കുറച്ച് മുമ്പിലാണ് മറ്റുള്ള ഇൻഡെക്സുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി നാളേക്കുള്ള ഒരു ട്രേഡ് പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് എന്ത് ചെയ്തു? ഇന്നലെ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് തന്നു, ഇന്നൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നു. അവർ 2 ദിവസം തുടർച്ചയായിട്ട് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിന് മുമ്പത്തെ ദിവസം മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. നാളെ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ് സത്യത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ 24,855 ആ റേഞ്ചിൽ അല്ലെങ്കിൽ ചെറിയ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്താൽ പോലും 24,950ൻ്റെയും 24,788 എന്നുള്ള ലെവലിൽ നിൽക്കും എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. വലിയ ഗ്യാപ് ഡൗൺ 25,000 മുകളിൽ ഓപ്പൺ ചെയ്താൽ മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാൻ ഈ ബുള്ളിഷ് ട്രെൻഡ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 25,020 മുകളിൽ ഈ ഒരു ഏരിയ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മളൊരു ഈ ഏരിയയിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ബുള്ളിഷ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ള സത്യത്തിൽ. അതല്ല എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഇനി നിഫ്റ്റി ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇന്ന് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം? 51,400 മുകളിൽ തുടർച്ചയായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഹോൾസെയിലിലേക്ക് എൻട്രികൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതിനകത്തുള്ള ഏരിയ 51,400നും 50,700നും ഇടയ്ക്കുള്ള ഏരിയ നോ ട്രേഡിംഗ് സോൺ ആയിട്ട് കണക്കാക്കിയിട്ട് അവിടെ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ചെറിയ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ പോലും എന്തുണ്ട്, മാർക്കറ്റ് അവിടെ കൺസോളിഡേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിന് കാരണം വെച്ചാൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് 51,700, 51,900 ഈ ലെവലുകൾ, അതേപോലെ 50,300 എന്ന ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും? സെല്ലേഴ്സിന് നല്ല അനുകൂലമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ 2 സൈഡിലും സെല്ല് ചെയ്ത് അത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതുകൊണ്ട് ഈ ഇതിനുള്ളിലുള്ള ഏരിയ ഞാൻ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഫിൻനിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ ഫിൻനിഫ്റ്റി നാളെ എക്സ്പയറി ആണ്. ഫിൻനിഫ്റ്റി ഇതേപോലെ തന്നെ 23,756 മുകളിൽ ഒരു ചെറിയ ക്ലോസിംഗ് വന്നാൽ 23,842 വരേക്ക് ഞാൻ ചെറിയൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വലിയ ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ 23,900 ആ ലെവലിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഒരു റിട്രേസ്മെൻറ്റ്, അതിനുശേഷം ഒരു മൂവ്മെൻറ്റ് എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ചെറിയൊരു ഡൗൺ സൈഡ് വന്നതിന് ശേഷം അല്ലെങ്കിൽ റിവേഴ്സിൽ വന്ന ശേഷം യൂട്ടേൺ എടുത്ത് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ട്രേഡ് ചെയ്യണമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ അതല്ലാതെ പുതിയ ട്രേഡുകൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നാളെ മാക്സിമം മാർക്കറ്റിന് വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ല ട്രേഡ് എന്ന് പറയുന്നത്. ഇനി ഗ്യാപ് ഡൗൺ ആണെങ്കിൽ മാർക്കറ്റ് ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിന് ശേഷം എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മാർക്കറ്റ് ഓവറോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് റിവേഴ്സിൽ വരുന്നു, ഇന്നും ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് റിവേഴ്സിൽ വരുന്നു എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് വരുന്നത് എന്നുള്ളതുകൊണ്ട് നാളെയും അങ്ങനെ തന്നെ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്ത് കറക്റ്റ് പ്രോപ്പറായിട്ട് എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് പ്ലാൻ ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ പോലെ നിങ്ങൾക്ക് ഈ
ദിവസത്തെ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.